ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ യൂണിറ്റ് 5 റൂറൽ വൈബ്സ് എന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ഒരു സ്റ്റോറി വരുന്നുണ്ട്, സീഡ് ആൻഡ് സോയിൽ. ഈ ഒരു ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. സീഡ് ആൻഡ് സോയിൽ, വിത്തും മണ്ണും അല്ലേ? ഡോക്ടർ KP സുധീര എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിയാണത്. എന്താണ്? നെൽപ്പാടങ്ങളെ സ്നേഹിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് സീഡ് ആൻഡ് സോയിൽ അല്ലേ? അപ്പം ഇതിലുള്ള ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറും അതിൻ്റെ അർത്ഥങ്ങളും നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ, ഷീ ഈസ് വിത്ത് അസ്. വൈ ഡിഡ് പാറൂസ് ഫാദർ സേ സോ? അമ്മ പോയെന്ന് ഒരിക്കലും വിചാരിക്കരുത്, അവൾ നമ്മുടെ കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് പാറുവിൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞത് അല്ലേ? അമ്മ മരിച്ചുപോയി, അമ്മ പോയെന്ന് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്? അവൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞതെന്ത്? ആൻസർ: പാറൂസ് മദർ ലവ്ഡ് നേച്ചർ and she used to say that nature was everyone's mother. പാറുവിൻ്റെ അമ്മ പ്രകൃതിയെ ഇഷ്ടപ്പെട്ടു. അതുപോലെ അവൾ പറയാറുണ്ടായിരുന്നു, പ്രകൃതിയാണ് എല്ലാവരുടെയും അമ്മയെന്ന് അല്ലേ? പാറൂസ് ഫാദർ കൺസോൾഡ് ഹെർ സേയിങ് നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ. പാറുവിൻ്റെ അച്ഛൻ അവളെ ആശ്വസിപ്പിക്കാറുണ്ട്. എങ്ങനെ? ഒരിക്കലും അമ്മ പോയി എന്ന് വിചാരിക്കരുത്. ഷീ ഈസ് വിത്ത് അസ്, അവൾ നമ്മോട് കൂടിയുണ്ട്. ഹി വാണ്ടഡ് പാറു ടു റിഗാർഡ് നേച്ചർ ആസ് ഹെർ മദർ. അദ്ദേഹത്തിന് എന്താവശ്യമായിരുന്നു? പാറു നേച്ചർ അഥവാ പ്രകൃതിയെ അവളുടെ അമ്മയായി കാണണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. പാറു നെവർ ഫെൽറ്റ് ലോൺലിനെസ്. വാട്ട് കുഡ് ബി ദ റീസൺ? പാറു നെവർ ഫെൽറ്റ് ലോൺലിനെസ്. എന്താ ലോൺലിനെസ്? ഏകാന്തത. പാറുവിന് ഒരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടില്ല. എന്തായിരുന്നു കാരണം? ഉത്തരം നോക്കാം. പാറൂസ് ഗ്രാൻഡ് മദർ ഫോളോവഡ് ഹെർ ലൈക്ക് എ ഷാഡോ ആൻഡ് ഡിഡ് എവറിത്തിങ് ഷീ കുഡ് ടു മേക്ക് ഹെർ ഹാപ്പി ആൻഡ് ചീർഫുൾ. പാറുവിൻ്റെ മുത്തശ്ശി അവളെ എപ്പോഴും ഒരു നിഴല് പോലെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു, പിന്തുടർന്നുകൊണ്ടിരുന്നു. ആൻഡ് ഡിഡ് എവറിത്തിങ് ഷീ കുഡ്. ആ മുത്തശ്ശിക്ക് കഴിയുന്നതൊക്കെ അവർ ചെയ്തു കൊടുക്കുമായിരുന്നു. തൻ്റെ കൊച്ചുമകളെ ഹാപ്പി ആക്കുവാനും സന്തോഷവതിയാക്കുവാനും അല്ലേ? ഇതിനു വേണ്ടിയിട്ട് അവരെപ്പോഴും ശ്രമിച്ചു കൊണ്ടിരുന്നു. അടുത്ത ചോദ്യം. പിക്ക് ഔട്ട് 2 sentences from the text that describe the field. 2 സെൻറ്റൻസുകൾ ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ എടുക്കണം. എന്തിനെക്കുറിച്ച്? വയലിനെ കുറിച്ച്. ഫീൽഡ്, പാടം, വയൽ, ഇതിനെക്കുറിച്ച് പറയുന്ന ഏതെങ്കിലും 2 വാക്യങ്ങൾ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ നമ്മൾ എടുത്തെഴുതണം. ഒന്ന് നോക്കൂ. ഇറ്റ് വാസ് കവേർഡ് വിത്ത് മഡി വാട്ടർ. ഇത് ചെളിവെള്ളം കൊണ്ട് മുഴുവനായും മൂടിയിരുന്നു. മറ്റൊന്ന്, എ വാം ബ്രീസ് മെയ്ഡ് റിപ്പിൾസ് ഓൺ ദ സർഫേസ് ഓഫ് ദി വാട്ടർ. അടുത്ത ചോദ്യം നോക്കൂ. വൈ വർ ദ ഫാർമേഴ്സ് ഹാപ്പി? എന്തുകൊണ്ടാണ് കൃഷിക്കാർക്ക് സന്തോഷമായത്? ദ ഫാർമേഴ്സ് വർ ഹാപ്പി ടു സീ പാറു ആൻഡ് ഹെർ ഗ്രാൻഡ് മദർ. കൃഷിക്കാര് അവരുടെ പാറുവിനെയും അവരുടെ മുത്തശ്ശിയെയും കണ്ടതിനാലാണ് സന്തോഷവാന്മാരായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഗുഡ് മാനുവർ ഫോർ പ്ലാന്റ്സ്? ചെടികൾക്ക് നല്ല വളമായിട്ടുള്ളത് എന്താണ്? ആൻസർ: ദ ഫാളൻ ഫ്ലവേഴ്സ്, ലീവ്സ് ആൻഡ് ഡെഡ് ഇൻസെക്ട്സ് decay in the soil and become good manure for plants. ഫാളൻ ഫ്ലവേഴ്സ് എന്താണ്? കൊഴിഞ്ഞു വീണ പൂക്കൾ, ലീവ്സ് ഇലകൾ, ആൻഡ് ഡെഡ് ഇൻസെക്ട്സ് അല്ലേ? എന്താണ്? ചെറിയ പ്രാണികളെല്ലാം
ചത്ത് ചീഞ്ഞ പ്രാണികളെല്ലാം ഡീക്ക് നശിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ, ഈ പൂക്കളും ഇലകളും എല്ലാം ചീഞ്ഞ്, പ്രാണികൾ ചത്തതും എല്ലാം ചീഞ്ഞ് മണ്ണിലലിയുന്നു. ആൻഡ് ബിക്കം ഗുഡ് മാനുവർ ഫോർ പ്ലാന്റ്സ്, അതൊക്കെ നല്ല വളമായിട്ട് ചെടികൾക്ക് മാറുന്നു. അടുത്ത ചോദ്യം നോക്കൂ. ദ ഗ്രാൻഡ് മദർ സെഡ് ദാറ്റ് ദ ഫാം വാസ് ഹെർ ഹോം. വൈ ഡിഡ് ഷീ സേ സോ? ഗ്രാൻഡ് മദർ പറഞ്ഞു വയലാണ് അല്ലെങ്കിൽ ആ ഫാമാണ് എൻ്റെ വീട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്? ഉത്തരം നോക്കൂ. Grandmother used to spend a lot of time on the farm when she was young. ഗ്രാൻഡ് മദർ ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു ആ ഫാമിൽ, അല്ലേ? സ്പെൻഡ്, ചെലവഴിക്കുക. വെൻ ഷി വാസ് യങ്, അവൾ യങ് ആയിരുന്നപ്പോൾ ഒരുപാട് സമയം ആ ഫാമിൽ ചെലവഴിച്ചിരുന്നു. ഷീ ഹാഡ് എ സ്പെഷ്യൽ ലവ് ഫോർ ഫാമിംഗ്. അവൾക്ക് ഒരു സ്പെഷ്യലായിട്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ഫാമിങ്ങിനോട്. ഗ്രാൻഡ് മദർ വാസ് വെരി ഹാപ്പി ടു സ്പെൻഡ് ഹർ ടൈം ഓൺ ദി ഫാം. ആ ഫാമിൽ സമയം ചെലവഴിക്കുന്നതിൽ അവൾ വളരെ ഹാപ്പി ആയിരുന്നു. ടു ഹെർ ദ ഫാം വാസ് ജസ്റ്റ് ലൈക്ക് ഹെർ ഹോം. അവളെ സംബന്ധിച്ചിടത്തോളം ഫാം എന്ന് പറയുന്നത് അവളുടെ വീട് തന്നെയാണ്, അതായത് മുത്തശ്ശിയുടെ അവരുടെ വീട് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. മറ്റൊരു തലക്കെട്ട്, അനുയോജ്യമായ മറ്റൊരു തലക്കെട്ട് ഇതിന് നൽകൂ എന്നുള്ളതാണ്, അല്ലേ? ഇത് നമുക്ക് നന്നായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? ഏകദേശം ആപ്റ്റായിട്ടുള്ള ഏതൊരു ആൻസറും അതിന് ചേർത്തെഴുതാം. മദർ എർത്ത് എന്നോ, അല്ലെങ്കിൽ ലവ്ലി ഗേൾ എന്നോ, അല്ലെങ്കിൽ എന്താ ഫാമിംഗ് എന്നോ, അങ്ങനെ ഏത് പേര് കൊടുത്താലും നമുക്കതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ. ഓക്കെ, താങ്ക് യു.